ഒരു അഭിമാനത്തിൻ്റെ നിമിഷമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. മേയറായി ചുമതലയേറ്റതിൽ പിന്നെ പങ്കെടുക്കാൻ അവസരം കിട്ടുന്ന ദേശീയ വനിതകളുടെ മീറ്റിൽ ആദ്യമായി ക്ഷണം തന്നതിന് നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്. ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങൾക്കായി അവരുടെ ഉന്നമനത്തിനായി എന്നും പ്രവർത്തിച്ചു വരുന്ന സംഘടനയാണ് മുസ്ലിം ലീഗ്. അതിൻ്റെ വനിതാ വിഭാഗം സ്ത്രീകളുടെ ശാക്തീകരണത്തിനും പ്രത്യേകിച്ച് എല്ലാ മേഖലകളിലും കുടുംബശ്രീയിലായാലും പൊതുരംഗത്തായാലും എല്ലാ മേഖലകളിലും അവരുടെ വികസനത്തിനും ഉന്നതിക്കും വേണ്ടി വളരെയധികം പ്രയത്നിക്കുന്നു. ഇന്ന് അതിൻ്റെ ഫലമായി ഒട്ടനവധിയായിട്ടുള്ള വലിയ സീറ്റുകളിൽ ഉന്നതമായ സീറ്റുകളിലുള്ള വനിതകളാണ് ഇന്ന് വേദിയിലിരിക്കുന്നത്. പഞ്ചായത്ത് രാജ് കേരളത്തിൽ നടപ്പാക്കിയതിൻ്റെ ഫലമായി 50% വനിതകൾക്ക് സ്ഥാനം ലഭിച്ചിട്ടുണ്ട്. ആ പദവികളെല്ലാം വനിതകളുടെ ഉന്നതിക്കും അവരുടെ മുന്നോട്ടുള്ള പുരോഗതിക്കും വേണ്ടി എല്ലാവരും വിനിയോഗിക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സമൂഹത്തിൻ്റെ പുരോഗതിയിൽ സ്ത്രീകളുടെ പങ്ക് വളരെ വലുതാണ്. പ്രത്യേകിച്ചും നമുക്കെല്ലാം അറിയാം, ഇന്ന് സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായിട്ടുള്ള മദ്യവും മയക്കുമരുന്നുമുള്ള ഒരുപാട് ദൂഷ്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തുമുണ്ട്. അതിൽ നിന്നെല്ലാം സമൂഹത്തിനെ മോചിപ്പിക്കുന്നതിന് സ്ത്രീകളുടെ ഒരു വലിയ പങ്കുണ്ട്. സ്ത്രീകളെ പുരോഗതിയിലേക്ക് നയിക്കുന്നതിന് അവർക്കെല്ലാവർക്കും വിദ്യാഭ്യാസമാണ് ഏറ്റവും അത്യാവശ്യമായിട്ട് അടിസ്ഥാനമായിട്ട് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. ഇതിൽ എല്ലാവരും വിദ്യാഭ്യാസ രംഗത്തും മുന്നോട്ട് വരണം. സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചും അവരുടെ അധികാരങ്ങളെക്കുറിച്ചും എല്ലാമുള്ള ഒരു ബോധവൽക്കരണം വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് ലഭിക്കും. എല്ലാ മംഗളങ്ങളും നേരുന്നു. ഇന്ന് ഒട്ടനവധിയായിട്ടുള്ള വലിയ പ്രാസംഗികരും വലിയ വ്യക്തിത്വങ്ങളും ഇന്നിവിടെ നിരന്നിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അവരുടെ ദർശനങ്ങൾ നിങ്ങളെ അറിയിക്കുവാനുള്ളത് കൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ ഞാൻ നിർത്തുന്നു. എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ജയ് ഹിന്ദ്.